നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ വിജയിച്ചതിന് പിന്നാലെ E20 പെട്രോളിനെതിരെയും പ്രതിഷേധം പുകയുന്നു. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് എഥനോൾ കൂടുതലടങ്ങിയ പെട്രോൾ ലഭ്യത വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത്. പെട്രോളിൽ എഥനോളിന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നത് വാഹനങ്ങളുടെ എഞ്ചിനെയും മൈലേജിനെയും ബാധിക്കുന്നുവെന്നാണ് പ്രധാന പരാതി. 100% ശുദ്ധമായ പെട്രോൾ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി E20 ജനതാ പാർട്ടി എന്ന പേരിലാണ് സോഷ്യൽ മീഡിയ പ്രചാരണം. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിയാണ് പ്രതിഷേധം. അതേസമയം പെട്രോളിൽ എഥനോൾ കലർത്തുന്നതിനെ തങ്ങൾ എതിർക്കുന്നില്ലെന്ന E20 ജനതാ പാർട്ടി എന്ന പേരിലുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ വ്യക്തമാക്കുന്നു. എഥനോൾ കലർത്തിയ പെട്രോളിനൊപ്പം 100% ശുദ്ധമായ പെട്രോളും ഇന്ധന പമ്പുകളിൽ ലഭ്യമാക്കണം. ഉപഭോക്താവിന് ഏതു വാങ്ങണമെന്നതിൽ സ്വാതന്ത്ര്യം നൽകാൻ അവസരമൊരുക്കണമെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ആവശ്യപ്പെടുന്നു. സബ്സിഡികളോ സൗജന്യ ഇന്ധനമോ E20 പെട്രോളിന് പിൻവലിക്കലോ തങ്ങൾ ആവശ്യപ്പെടുന്നില്ലെന്നും മറിച്ച് വാഹനങ്ങൾക്ക് അനുയോജ്യമായ ഇന്ധനം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഹന ഉടമകൾക്ക് നൽകണമെന്നുമാണ് ആവശ്യം. 80% സാധാരണ പെട്രോളും 20% എഥനോളും കൂട്ടിക്കലർത്തി തയ്യാറാക്കുന്ന പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ് E20 പെട്രോൾ. കരിമ്പ്, ചോളം, കേടായ ധാന്യങ്ങൾ എന്നിവയിൽ നിന്ന് സംസ്കരിച്ചെടുക്കുന്ന ജൈവ ഇന്ധനമാണ് എഥനോൾ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കാനും വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ പുറന്തള്ളുന്നത് തടഞ്ഞ് പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ഘട്ടം ഘട്ടമായി എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം രാജ്യത്തുടനീളം നടപ്പിലാക്കുന്നത്. E20 പെട്രോൾ വ്യാപകമാകുന്നതിലൂടെ ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരത്തിൽ കോടികളുടെ ലാഭമാണ് പ്രതീക്ഷിക്കുന്നത്. എണ്ണ ഇറക്കുമതി ചെലവ് കുറയുന്നത് രാജ്യത്തിന്റെ വ്യാപാര കമ്മി നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ എഥനോൾ ഉൽപാദനത്തിനായി കരിമ്പും മറ്റു കാർഷിക വിളകളും വൻതോതിൽ സംഭരിക്കേണ്ടി വരുന്നതിനാലും കാർഷിക മേഖലയ്ക്കും കർഷകരുടെ വരുമാന വർധനവിനും കാരണമാവുകയും ചെയ്യും. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.